അതെ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ യൂസുഫിലേറ. ഞാനിപ്പോൾ ഉള്ളതേ കക്കയം ഡാമിൻ്റെ അടുത്താട്ടാ. എന്താണ് ഡാമിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇതാണ് കക്കയം ഡാമിൻ്റെ ഏരിയ ആണ്. വന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അതിൻ്റെ മേലെ ഒരാളുണ്ട്. അപ്പോൾ ഇതാണ് കക്കയം ഡാം. കാണിച്ചുതരാം. ഡാമിൻ്റെ എവിടെയാണ് ഡാം എന്നറിയില്ല. ഇവിടെ വെള്ളം കാണിച്ചുതരാം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിനല്ല, തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഡാമിൻ്റെ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. കുറച്ച് സഞ്ചാരികൾ അവിടെ കിടക്കുന്നുണ്ട്. KCBൻ്റെ ഡാമാന്ന് തോന്നുന്നു. ഇതാണ് കക്കയം ഡാം. ഹൈ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കക്കയം ഡാമിൻ്റെ റിസർവയർ ആണ് തോന്നുന്നു. അപ്പൊ അതിൻ്റെ ഡാം ഇവിടെ കാണുമോ? അവിടെ ഉണ്ടാ? എന്നപ്പോ ഡാമിലേക്കാട്ടോ പോണ്ടേ. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. കേരള വന്യജീവി വകുപ്പ് കക്കയം ഇക്കോ ടൂറിസം. അത് അണ്ട് പോയാലെങ്ങനെ? അതിന് തിരിച്ച് എത്ര മീറ്റർ ഉണ്ട്? 1.5 കിലോമീറ്റർ ഉള്ളൂ. അല്ല, ആ വണ്ടി പോരുത് ഇവിടെ. മാണാട്ടം നടന്നോളാം. ഞങ്ങൾ പോണേ. അത് നിങ്ങൾ ആളെ പറ്റിച്ചാൻ വെച്ചാണേ. അത് ശരിയാണേ. അപ്പൊ അറിയും അവിടെ ഇത്രയും വല്ല മരത്തിമുള്ള പൂ ഇവിടെ ചെറുതുണ്ട് അറിയും. ഭയങ്കര ഐഡിയ ആണേ. അതന്നെ. കിട്ടി. അപ്പൊ ഞാൻ കക്കയം ഡാമിലാട്ടാ. കണ്ടോളൂ, ഇതാണ് ചൂരല് എന്ന് പറഞ്ഞ സാധനം. അല്ല, അപ്പൊ ഇതിന്റെ അടിഭാഗം ഇങ്ങനെ ഈ മുള്ളെന്താ? ഇത് ഒഴിവാക്കിയാണ് ചൂരില് ഏതാപ്പോ? അതൊക്കെ ഫുള്ള് മുള്ളുണ്ടല്ലോ. അത് ഒഴിവാക്കണോ? അപ്പൊ നമ്മള് കാണേണ്ട ചൂരില് നല്ല തെളിഞ്ഞിട്ടുള്ള അല്ല ഇതിലേരം. ഇത് ചെറിയ ചൂരില്, വള്ളി ചൂരില്. ഇത് ഒഴിവാക്കിയ ശേഷം ചൂരിലേക്കാണ് ഉപയോഗിക്കല്. ഇതൊക്കെ പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുക്കും. അപ്പം പൈസ കൊടുത്താൽ കണ്ടേ ലാഭം. ഞങ്ങളിപ്പോ കക്കയം ഡാമിന്റെ എരിക്കാട്ടാ. റിസർവയർ ഇറങ്ങുവാൻ പാടില്ല. ഇതിന് അത് ചുവപ്പ് ബോർഡാണല്ലോ പറഞ്ഞത്. മണ്ഡപം പോയേക്കാം, നേരെ പോയേക്കോ. 1.5 കിലോമീറ്റർ പോയേക്കാം. ആദ്യം മലയണ്ണാനുണ്ടാ കക്കയം ഡാമില്. മേലെ 2 കൂടാനുണ്ട്. അത് അതിൻ്റെന്ന് അറിയില്ല. ഒന്നുള്ളൂ കാണണ്ടാ. കക്കയം ഡാമിലേക്ക് ഇങ്ങ് പോയിട്ടാണേ. അപ്പൊ ഇവിടെ എന്താ ഊരക്കുഴി വെള്ളച്ചാട്ടോ. ഉരക്കുഴി വെള്ളച്ചാട്ടത്തേക്ക് ഇതിലൂടെ ഒരു ഷോട്ടുണ്ട്. ഇതാണോ? അപ്പൊ കക്കയം ഡാം കാണാൻ വരുമ്പോ ഡാമത്തിന്റെ മുമ്പേ ചുവപ്പ് ബോർഡുണ്ട്. അപ്പൊ ആ വെള്ളച്ചാട്ടത്തേക്ക് പോവാണേ. ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കക്കയം ഡാമിന്റെ പരിസരത്തുണ്ട്. അപ്പൊ ഈ വഴി വരുന്നവരൊക്കെ ഒന്ന് വന്ന് നോക്ക. ഇത് വേറെ റോട്ടുമുക്കാണല്ലോ എത്തിയത്. കക്കയം ഡാം ഊരക്കുയം വാട്ടർഫാൾസ്. ഇത് ഷോർട്ടാണേ. ഇത് ഷോർട്ടാട്ടാ. അപ്പൊ കുറച്ച് നടത്തം കുറഞ്ഞിട്ട് ഇനി നല്ല റോഡുണ്ട്. അതിന് ഇറങ്ങുക. അങ്ങനെ ഡാമും പ്രതീക്ഷിച്ച് പോവണേ. 1.5 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. എത്ര കിലോമീറ്റർ നടന്നു എല്ലാം പിടുത്തൂല. ഉരുക്കുഴി വെള്ളച്ചാട്ടത്തേക്കല്ലേ? ഇതാണോ?
അത് കല്ലും കോരിയാണ്. നമ്മങ്ങനെ പോവാണ്. ഇതവിടൊക്കെ എന്തൊക്കെയൊക്കെ പണ്ടത്തെ നിർമ്മിതികളുണ്ട്. ഇതിപ്പോ എന്താ കോറിയോ? ഇവിടെയും കോറിയുണ്ടാ? ചിലപ്പോ ഡാം ഉണ്ടാക്കാനുള്ള താഴത്തേക്ക് വേണ്ടി കേട്ടം തന്നെ ആയാൽ മതിയേനോ. ഇനിയിപ്പോ അത് കഴിഞ്ഞാൽ അത് കിട്ടണ കാരണ്ടേ. അങ്ങനെ ഓടത്തി ഒന്നല്ലെങ്കിലും വളഞ്ഞ വയ്ക്കാൻ പോകണല്ലോ. അതൊരു സാധനം ഇങ്ങനെ പോവാണേ. അപ്പൊ ഡാം ലക്ഷ്യമാക്കി പോവാണേ. റോട്ടും കൂടെ പോയിട്ട് എത്തണില്ല. 1.5 കിലോമീറ്റർ കഴിഞ്ഞു. നമ്മളെ ഷോർട്ട് വഴി കൂടെ നോക്കാം. വളഞ്ഞ വഴി കൂടെ പോവാണേ. നേർ വഴി കൂടെ പോയിട്ട് ഇന്ന് അവിടെ എത്തും തോന്നുന്നില്ല. എത്തി. എന്തായാലും നമ്മളെ കക്കയം ഡാം എല്ലാരും ആവേശത്തോടെ പ്രതീക്ഷിച്ച് നിക്കണേ. ആ ഒരു മനോഹര കാഴ്ച കാണാന് ഇപ്പൊ ആവേശം കൂടി. കക്കയം ഡാമിന്റെ ഇതാണോ അങ്ങനെ കക്കയം ഡാമിലേക്ക് പ്രവേശിക്കുകയാണ്. കക്കയം ഡാമിന്റെ ഉള്ളിലാണ്. പക്ഷെ നമ്മള് ആ ഡാം കെട്ടിവെച്ച ഏരിയയിലേക്ക് പോവാണ്. നമുക്ക് നോക്കാം. നോക്കാം ഇതാണോ നമ്മളെ കക്കയം ഡാം. ഇതുകൊണ്ട് കക്കയം ഡാം ആണ് ഈ കാണുന്നത്. നോ എൻട്രി, പ്രവേശനമില്ല. ഇതുകൊണ്ട് കക്കയം ഡാം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ വലിയ ഞാനിപ്പോൾ ഉള്ളത് കക്കയത്താട്ടാ. കക്കയം ഡാമാണ് ഈ കാണുന്നത്. കണ്ടോളി, കക്കയം ഡാം എന്ന് പറയണ്ടേ ഇതാണ്. ഇതിനുള്ളിൽ പ്രവേശനമില്ല. ഇതവിടെ നോ എൻട്രി ഉണ്ട്. നമ്മൾ മാറി കയറിയിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ടുണ്ട്. അപ്പൊ ഇതാണ് കക്കയം ഡാം എന്ന് പറയുന്നത്. 2 ഷട്ടർ കാണുന്നുണ്ട്. 2 2 ഷട്ടർ ആട്ടാ കക്കയം ഡാമിനുള്ളത്. ഇതാണോ എൻട്രി ആയിക്കൂട്ടാണ്. എങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്നോ? അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയം മുരക്കൂലിയുള്ള ചടത്തിലേക്ക് വീണു പോയാൽ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു കിട്ടുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് സ്റ്റേഷന്റെ മുകളിലൊക്കെ നമ്മളെല്ലാം നിൽക്കുന്നു. ഇപ്പൊ കക്കയം ഡാമിന്റെ ഉള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞേ പോവട്ടാ. ഇരക്കുഴി വെള്ളച്ചാട്ടം. അങ്ങനെ ഊരക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ സമീപത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അത്ര നാച്ചുറൽ ആയിട്ട് വേറെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെ കക്കയം ഡാമിന്റെ ഉള്ളിലുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് ഇങ്ങനെ പോവാട്ടാ. ഇതാണ് വെള്ളച്ചാട്ടം ഇങ്ങനെ തുടങ്ങേണ്ട സ്ഥലാണ്.